ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ പലർക്കും പലതരത്തിലുള്ള ടെൻഷൻസ്, പേടികൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെ വെറുക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കാതിരിക്കുമോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിലും വലിയൊരു ഭയത്തെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല. അതായത്, എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ വെറുക്കുന്നുണ്ടോ എന്ന്. കാരണം ലോകം മുഴുവൻ നമ്മെ സ്നേഹിച്ചാലും അള്ളാഹു വെറുത്താൽ അതൊന്നും നമുക്ക് യൂസ്ഫുൾ ആകില്ല. പക്ഷേ ലോകം മുഴുവൻ നമ്മെ വെറുത്താലും അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സക്സസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും, ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കൂ എന്ന് പറയും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മലക്കുകളോടും പറയും. തുടർന്ന് ഭൂമിയിലും ആൾക്കാർ അവനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് ഒരു മനുഷ്യനെ മറ്റുള്ളവർ വെറുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായിരിക്കും. അതേസമയം ഈ ഒരു ഹദീസിന് മറുവശവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു ഒരാളെ വെറുത്താൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും, അവൻ ഞാനൊരു വ്യക്തിയെ വെറുക്കുന്നു, നീയും വെറുക്കൂ എന്ന് പറയും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് പറയും. തുടർന്ന് ഭൂമിയിലും ആൾക്കാർ അവനെ വെറുക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെറുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്ന്. അതിന് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിലൊന്ന്, നമ്മുടെ ദീന് നമ്മളെ വിട്ടു പോകല്. നമസ്കാരം നമുക്ക് ചിലപ്പോൾ ഭാരമായിട്ട് തോന്നും. അതുപോലെ ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. 2, ഹറാമിൽ ആകർഷണമുണ്ടാകും. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതുപോലെ ഹലാലായിട്ടുള്ള കാര്യങ്ങളോട് മടുപ്പും തോന്നും. 3, സൽക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറും. നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടുപോകും. അതുപോലെ പാപത്തിലേക്കുള്ള കൂട്ടുകാർ നിങ്ങളുടെ കൂടെ കൂടും. 4, ദുആകൾ തടയപ്പെടുക. എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കാറില്ല എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. 5, ഹൃദയം കടുപ്പപ്പെടൽ. നിങ്ങളുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നനയാതിരിക്കുക, അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയമില്ലാതിരിക്കുക. ഈ ഒരു ഇൻഡിക്കേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഖുർആനിലൂടെ ഇതിന് ധാരാളം തെളിവുകൾ അള്ളാഹു തന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, അള്ളാഹു അതിക്രമികളെ സ്നേഹിക്കുന്നില്ല. അതുപോലെ മറ്റൊരു സൂറത്തിൽ പറയുന്നു, അള്ളാഹു അഹങ്കാരികളെയും പ്രശംസ തേടുന്നവരെയും ഇഷ്ടപ്പെടുന്നില്ല. മുനാഫിക്കുകളെ അള്ളാഹു സ്നേഹിക്കുന്നില്ല എന്ന്. അള്ളാഹുവിൻ്റെ വെറുപ്പ് നേടുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. അവരുടെ ലൈഫിൽ ബർക്കത്തുണ്ടാവില്ല. അവർക്ക് മനസ്സിൽ സമാധാനം നഷ്ടപ്പെടും. കൂടാതെ അവരുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. മാത്രമല്ല, അവർക്ക് എല്ലാം ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ വേണ്ടി പറ്റുക എന്ന്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, 1, തൗബ ചെയ്യുക. സത്യസന്ധമായി കണ്ണുനീരോടെ അള്ളാഹുവിനടുത്ത് മടങ്ങി വരിക. 2, നമസ്കാരം. അള്ളാഹുവുമായി നിങ്ങൾ ബന്ധമുറപ്പിക്കുക. 3, ഇസ്തിഗ്ഫാർ. ദിവസവും നിങ്ങൾ 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. 4, നല്ല കൂട്ടുകാർ. നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുക. 5, ഖുർആൻ, ദിക്ർ. ഇവയിൽ നിങ്ങൾ സ്ഥിരത കൈവരിക്കുക. ഇത് നിങ്ങളെ ഹൃദയം മൃദുവാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലാക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വെറുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് ജനങ്ങളുടെ വെറുപ്പല്ല. എൻ്റെ റബ്ബ് എനിക്ക് നേരെ കോപിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ വെറുത്തില്ലല്ലോ. ഈ ഒരു ഭയം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഹിദായത്തിൻ്റെ തുടക്കം. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, അള്ളാഹുവേ, ഞങ്ങളെ നിന്റെ സ്നേഹിതരായി മാറ്റണമേ, നിന്റെ വെറുപ്പിൽ പെടാതിരിക്കണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.